നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഹരിയാനയിൽ DK ശിവകുമാർ എന്തുകൊണ്ടാണ് അവിടെ വന്നത്? BJP കോൺഗ്രസ് MLA-മാരെ ചാക്കിട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയും ഒപ്പം സ്വതന്ത്രരെ കോൺഗ്രസിനോടൊപ്പം തന്നെ നിർത്താൻ വേണ്ടിയും, അതായത് കോൺഗ്രസിന് പിന്തുണ അറിയിച്ച സ്വതന്ത്രരുടെ മനസ്സ് മാറ്റാനോ പണമിറക്കി അവരെ സ്വാധീനിക്കാനോ ശ്രമിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കമാണ് DK ശിവകുമാർ നടത്തുന്നത്. നമുക്കറിയാം, പലയിടത്തും ജനാധിപത്യ ധ്വംസനം പല സംസ്ഥാനങ്ങളിൽ നടത്തി BJP MLA-മാരെ ചാക്കിട്ട് പിടിക്കുന്നത് അത് വളരെ സുലഭമായി കണ്ടുവരുന്ന കാഴ്ചയാണെന്നുള്ളത് മാധ്യമങ്ങളിലൂടെയും നിരവധിയായ സാഹചര്യങ്ങളിലൂടെയും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഒരു പിടിപ്പുകേടിലൂടെ നഷ്ടമാകാതിരിക്കാൻ, ഈ കിട്ടിയിരിക്കുന്ന ഗോൾഡൻ ചാൻസ് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് AICC കൃത്യമായി തന്നെ DK ശിവകുമാറിനെ ഹരിയാനയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ഹരിയാനയിൽ കൃത്യമായി ഇപ്പോഴത്തെ ടാലി അനുസരിച്ച് BJP-യെ മറികടക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട്. ഒരവിശ്വാസം കൊണ്ടുവന്നാൽ BJP-ക്ക് അത് പിടിച്ചു നിൽക്കാനാകത്തില്ല. BJP അവിടെ വീഴും. BJP-യുടെ മന്ത്രിസഭയ്ക്ക് അവിടെ മുൻതൂക്കം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് നീങ്ങുന്നത്. അതുമാത്രമല്ല, ഭൂപീന്ദർ സിംഗ് ഹൂഡ ഒരു കാര്യം കൂടി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും വലുത് അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്നാണ്. ആരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചാലും അതിലൊന്നും താൻ കൈകടത്തില്ല എന്നുള്ള വ്യക്തമായ നിർദ്ദേശം ഹൈക്കമാൻഡിന് കൊടുത്തിരിക്കുകയാണ് ഹൂഡ. നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രിയും നിലവിൽ ഹരിയാനയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ ഇത്തരത്തിലൊരു നിലപാടെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ രൺദീപ് സുർജേവാല അടക്കമുള്ള നേതാക്കൾ, അതുപോലെ തന്നെ സെൽജ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിൻ്റെ കൃത്യമായിട്ടും അതിശക്തമായി ദേശീയ പ്രാധാന്യമുള്ള നേതാക്കൾ അതിശക്തമായി തന്നെ പറയുന്നു, ഹരിയാനയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരിക തന്നെ ചെയ്യും. എന്നാൽ അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് ഇവിടെ മന്ത്രിസഭ രൂപീകരിക്കുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോകുക. കാരണം JJP കോൺഗ്രസുമായി ഒത്ത് പോവുകയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ട്രെൻഡ് വൈസ് കൃത്യമായി തന്നെ പ്രതിഫലിക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി പ്രതിഫലിക്കും. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ, സീറ്റിൻ്റെ കാര്യത്തിൽ കുത്തനെ ഉണ്ടാകുന്ന വർധനമായിരിക്കും കോൺഗ്രസിനുണ്ടാകുക. ആം ആദ്മി പാർട്ടിക്കും അതിൻ്റെ സുവർണമായ നേട്ടം കിട്ടും. ആം ആദ്മി പാർട്ടിയുടെയും JJP-യുടെയും കൂടി പിന്തുണ വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസിന് സുഗമമായി എല്ലാ സീറ്റുകളും ജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ വന്നിരിക്കുന്നത്. ദുഷ്യന്ത് ചൗട്ടാല ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു, ഏറ്റവും വലിയ സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കറപ്ഷനിലൂടെ BJP അവരുടെ ആധിപത്യം നിലനിർത്താൻ ശ്രമിച്ചാൽ അതിന് വഴങ്ങിക്കൊടുക്കേണ്ട കാര്യം ഒരിക്കലുമില്ല. താൻ ഒരിക്കലും BJP-യുടെ സപ്പോർട്ടോടുകൂടി മത്സരിച്ച് ജയിച്ച ആളല്ല. താക്കോൽ അടയാളത്തിൽ നിന്നുകൊണ്ട് 87 നിയമസഭാ സീറ്റുകളിൽ കഴിഞ്ഞ തവണ JJP മത്സരിച്ചിരുന്നു. അതിലാണ് 10 സീറ്റുകൾ ജയിച്ചെടുത്തത്. അങ്ങനെയാണ് BJP-ക്ക് ഗത്യന്തരമില്ലാതെ അവിടെ അധികാരം നിലനിർത്തണമെങ്കിൽ 2014 വന്ന മനോഹർലാൽ ഖട്ടർ ഭരണം തുടരണമെങ്കിൽ, രണ്ടാമതും ഖട്ടർ സർക്കാർ വരണമെങ്കിൽ JJP-യുടെ പിന്തുണ കൂടി വേണ്ടി വരുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയാണ് അദ്ദേഹം ഗത്യന്തരമില്ലാതെ ദുഷ്യന്ത് ചൗട്ടാലയെ കൂടി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തിയത്. എന്നാൽ ദുഷ്യന്ത് ചൗട്ടാല കൃത്യമായി പറയുന്നു, കർഷകരെ വഞ്ചിച്ച, ജനങ്ങളെ ദ്രോഹിച്ച, ജനങ്ങൾക്ക് പൊള്ളയായ വാഗ്ദാനം കൊടുത്തിട്ട് അതിലെല്ലാം കള്ളത്തരം കാണിച്ച വ്യക്തിക്ക് ഒരു പിന്തുണയും കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് ദുഷ്യന്ത് ചൗട്ടാല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭയെ തള്ളിയിടുന്നതിൽ മാത്രമല്ല, ഈ മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരാൻ ഒരു രീതിയിലും ആഗ്രഹിക്കുന്നില്ല എന്ന് ദുഷ്യന്ത് ചൗട്ടാല ഉറപ്പ് നൽകിയിരിക്കുന്നു.